ഇൻസ്റ്റാ റീൽസിൽ ട്രെൻഡിങ് ആയ വീട്, തീർത്തും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു വീട്. നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് വീട് പിടികിട്ടി കാണും. കേവലം 10 ലക്ഷം രൂപയ്ക്ക് മലപ്പുറം ജില്ലയിലെ പള്ളിപ്പുറത്ത് പണിതീർത്ത ദർശന വീടാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. ഇന്റീരിയർ ഉൾപ്പെടെ 10 ലക്ഷം രൂപയ്ക്ക്, വീണ്ടും പറയട്ടെ, ഇന്റീരിയർ ഉൾപ്പെടെ 10 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് പണിതീർത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ MD ശ്രീ KV മുരളീധരനാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൽ എവിടെയും ഇത്തരത്തിലൊരു വീട് നിർമ്മിക്കുന്നതിനായി താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. ബിൽഡിംഗ് ഡിസൈനിൻ്റെ സ്റ്റാഫുകൾ ഇതിൽ കാണിച്ച ആത്മാർത്ഥത ഒരു ഭയങ്കര എങ്ങനെ പറയാന്നറിയില്ല, അത്രയും ഇതിൽ കറക്റ്റായിരുന്നു കാര്യങ്ങൾ. പിന്നെ വന്ന് ഫൗണ്ടേഷൻ കയറൽ, തറ ഇടൽ, ബെൽറ്റ് വാർപ്പ്, ഇതെല്ലാം പെട്ടെന്ന് ഏകദേശം നമ്മളൊരു വർക്ക് തുടങ്ങി, കല്ലിറക്കി, ഫൗണ്ടേഷൻ കയറി കല്ലിറക്കി, ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു മാസം കഴിയും. ഇതങ്ങനെയൊന്നുമില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ ബിൽഡിംഗ് ഡിസൈനിൻ്റെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അത്രയും കറക്റ്റായിട്ടായിരുന്നു ഈ വർക്കൊക്കെ കൊണ്ട് നടക്കുന്നത്. കൃത്യമായി സമയനിഷ്ഠമായി, കൃത്യം പറഞ്ഞാൽ 6 മാസം 7 മാസം കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് വീട് നിർവഹിച്ചു കൊടുത്തു എന്നുള്ളതിൽ ഞങ്ങൾക്ക്, ഈ നാട്ടുകാർക്ക് അദ്ദേഹത്തോടുള്ള കൃതജ്ഞത വല്ലാത്ത കൃതജ്ഞതയുള്ളത് നാട്ടിലെല്ലാവർക്കും. പ്രധാനമായും 3 നിറം വരുന്ന രീതിയിലാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് കളറും ഒലീവ് ഗ്രീനും കൂടെ ഇന്റർലോക്ക് ബ്രിക്സിന്റെ ടെറോക്കോട്ട കളറും കൂടി വരുന്ന രീതിയിലാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. ചതുരശ്ര അടിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പലരും ചോദിക്കുന്ന സംശയമാണ്, 10 ലക്ഷം രൂപയ്ക്ക് 561 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന വീട്ടിലെ എന്തെല്ലാം സാധനങ്ങളാണ് ഉൾക്കൊള്ളുക എന്നുള്ളത്. ഈ വീടിന് സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു സിറ്റ് ഔട്ടും കോമൺ ഹാളും 2 ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും ഒരു കിച്ചണുമാണ് ഉള്ളത്. അത്യാവശ്യം വിസ്താരമുള്ള രീതിയിൽ 5-9 സൈസ് വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുന്നതിന്റെ സൈഡിലായിട്ടുള്ള പില്ലറിനും അതുപോലെ ഈ ഒരു വാളിനും ഒക്കെ ഒരു ഗ്രൂ കൊടുത്തിട്ട് അതിനൊരു ഒലീവ് ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സിറ്റ് ഔട്ടിനും നല്ല മനോഹരമായ രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാൾ സീലിംഗ് കൊടുത്തിട്ട് 2 ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കടക്കുന്നത് ഹാളിലേക്കാണ്. അപ്പോൾ വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വാതിൽ കടന്ന് നമ്മൾ എത്തുന്നത് ഈ ഒരു ഹാളിലേക്കാണ്. ലിവിംഗ് കം ഡൈനിങ് വരുന്ന രീതിയിലാണ് ഈ ഹാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 150 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഹാൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലെങ്ത്തിൽ ഒരു സോഫ ലിവിംഗ് ഏരിയ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടിവിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ഏരിയയും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ലിവിംഗ് കം ഹാളിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാൾ സീലിംഗ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സെന്ററിൽ സീലിംഗ് ഫാനും കൊടുത്തിരിക്കുന്നുണ്ട്. കൂടാതെ അത്യാവശ്യത്തിന് ലൈറ്റിങ്ങും ഈ ഫാൾ സീലിംഗിൽ തന്നെ നൽകിയിരിക്കുന്നു. ടെറാക്കോട്ട പെയിന്റ് ആണ് നമ്മളെ സെന്ററിലുള്ള ഈ പോർഷൻ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു വീട് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നിർമ്മിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വീട്. അതിന് നമ്മളെ സഹായിക്കുന്നത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. സിറ്റ് ഔട്ട് മുതൽ കിച്ചൺ വരെ ഒരേ ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. 2 സൈസിൽ വരുന്ന 36 രൂപ വരുന്ന ടൈലാണ് ഇവിടെ ഉപയോഗിച്ചത്.
അതുപോലെ തന്നെ കംപ്രസ്ഡ് വുഡിന്റെ ഡോർസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. GIന്റെ ഉപയോഗത്തോടൊപ്പം അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചെന്നും ബഡ്ജറ്റ് കൈപ്പിടിയിലാക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്തുന്നത് ഈ ഒരു പാസേജ് പോലത്തെ ഈ ഒരു ഏരിയയിലേക്കാണ്. ഇതിൽ നിന്നാണ് നമ്മളെ വീടിന്റെ 2 കിടപ്പുമുറികളിലേക്കും കിച്ചണിലേക്കും അതുപോലെ കോമൺ ബാത്റൂമിലേക്കുള്ള എൻട്രി വരുന്നത്. നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഹാളിന്റെ 2 വശത്തായിട്ടാണ് നമ്മൾ 2 കിടപ്പുമുറികൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം. കംപ്രസ്ഡ് വുഡിന്റെ ഡോർസ് ആണ് നമ്മളിവിടെ ബെഡ്റൂംസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വിസ്താരമുള്ള രീതിയിലുള്ള 10x10 സൈസിൽ വരുന്ന 2 കിടപ്പുമുറികളാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. 2 വശങ്ങളിലായിട്ട് 3 പാളിയുടെ ജനലുകൾ കൊടുത്തിരിക്കുന്നു. GIയുടെ ഫ്രെയിമാണ് നമ്മൾ ജനലിന് കൊടുത്തിരിക്കുന്നത്. കാണാൻ കഴിയും അത്യാവശ്യത്തിന് വലിപ്പമുള്ള ഒരു ബെഡും അതുപോലെ തന്നെ ഒരു അലമാറയും ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് മിനിമൽ വരുന്ന രീതിയിലുള്ള ഒരു ഫാൾ സീലിംഗ് ഡിസൈനും അതിൽ LED ലൈറ്റും സീലിംഗ് ഫാനും ആണ് ഈ വീട്ടിൽ ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു പാസേജിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ വീടിന്റെ കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, ഒന്നിച്ച് ഇവിടെ ഒരു കോമൺ ബാത്റൂം ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഡോറ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല. അത്യാവശ്യത്തിന് വിസ്താരമുള്ള രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ 9x9 സൈസിൽ വരുന്ന ഒരു കിച്ചണാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇവിടെ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ടൈല് തന്നെയാണ്. താഴെയായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷന്റെ സ്റ്റോറേജ് യൂണിറ്റുകളും നൽകിയിരിക്കുന്നു. കിഴക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു 3 പാളിയുടെ വിൻഡോ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ അടുപ്പും സൗകര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട് നിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചത് 2 വർഷം മുമ്പാണ്. ഇന്ന് കൃത്യമായി പറഞ്ഞാൽ ബാലകൃഷ്ണൻ്റെ രണ്ടാമത്തെ വർഷമാണ് അന്തരിച്ചിട്ട്. അദ്ദേഹം ഈ ജില്ലയിലെ ഏറ്റവും നല്ല കലാകാരനും ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തകയായിരുന്നു. കേരളത്തിന് അറിയപ്പെടുന്ന ഒരു കലാകാരൻ എന്ന് നമുക്ക് പറയാം. അക്ഷരാർത്ഥത്തിൽ ഈ നാട്ടുകാരുടെ ഒരു പ്രിയങ്കരനായ ആളായിരുന്നു ബാലൻ. ബാലൻ വരച്ച ചിത്രങ്ങളൊക്കെ ഞങ്ങൾ ഇന്നും സൂക്ഷിക്കാറുണ്ട് പാർട്ടി ഓഫീസിൽ. സാമൂഹ്യ പ്രവർത്തനം മാത്രമല്ല, അയാൾ CPMന്റെ സജീവമായ പ്രവർത്തകരായിരുന്നു. ഇപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണം തുടങ്ങി ഏകദേശം 6 മാസത്തിന് മുന്നേ വീട് പാലുകാച്ചൽ കഴിഞ്ഞ് വീട്ടുകാർ താമസമാക്കി. പ്രിയപ്പെട്ട ബാലേട്ടനൊരു വീട് ഉണ്ടാക്കുന്ന കാര്യം ബിൽഡിംഗ് ഡിസൈന് ഏറ്റെടുത്തപ്പോൾ ബിൽഡിംഗ് ഡിസൈനിൻ്റെ
സ്റ്റാഫുകൾ ഇതിൽ കാണിച്ച ആത്മാർത്ഥത ഒരു എന്താ ഒരു ഭയങ്കര ഒരു എങ്ങനെ പറയാന്നറിയില്ല. അത്രയും ഒരു ഇതിൽ കറക്റ്റായിരുന്നു കാര്യങ്ങൾ. പിന്നെ വന്ന് ഫൗണ്ടേഷൻ കയറൽ, തറ ഇടൽ, ബെൽറ്റ് വാർപ്പ്, ഇതെല്ലാം പെട്ടെന്ന് ഏകദേശം നമ്മളൊരു വർക്ക് തുടങ്ങി, കല്ലിറക്കി, ഫൗണ്ടേഷൻ കയറി കല്ലിറക്കി, ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു മാസം കഴിയും. ഇതങ്ങനെയൊന്നുമില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ ബിൽഡിംഗ് ഡിസൈനിൻ്റെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അത്രയും കറക്റ്റായിട്ടായിരുന്നു ഈ വർക്കൊക്കെ കൊണ്ട് നടക്കുന്നത്. ഭയങ്കര സാധ്യതയായിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ സാധാരണ ഒരു വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ ഒരു ഫൗണ്ടേഷന് 10 ലോഡ് കല്ല് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2 ലോഡ് കല്ല് വേസ്റ്റ് ബാക്കിയാവും. ഇല്ലെങ്കിൽ സിമൻറ്റ് 10 ലോഡ് ഇറക്കി കഴിഞ്ഞാൽ, ഒരു 10 ചാക്ക് സിമൻറ്റ് ഇറക്കി കഴിഞ്ഞാൽ 2 ചാക്ക് സിമൻറ്റ് കട്ട പിടിച്ച് വേസ്റ്റായി പോകും. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ഈ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഒരു കഷ്ണം ഇരുമ്പോ ഒരു കഷ്ണം കട്ടേ ഒന്നും ഇവിടുന്ന് വേസ്റ്റ് വരാത്ത രൂപത്തിൽ ബിൽഡിംഗ് ഡിസൈൻസിൻ്റെ സ്റ്റാഫ് വളരെ കറക്റ്റായിട്ടും സമയബന്ധിതമായിട്ടും ഈ വീട് നിർമ്മിച്ചു തന്നതിൽ ഞങ്ങൾക്ക് ഇവിടെ ദർശന ബാലേട്ടൻ്റെ വീടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബിൽഡിംഗ് ഡിസൈനോട് ഭയങ്കര നല്ലൊരു കടപ്പാടുണ്ടെന്ന് പറയാം. അത്രയും കറക്റ്റായിട്ടാണ് ജോലിക്കാരും മുരളി സാറും എല്ലാവരും ഈ വീടിനേറ്റവും ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെ നന്ദിയുണ്ട്. കൃത്യമായി സമയനിഷ്ഠമായി, കൃത്യം പറഞ്ഞാൽ 6 മാസം 7 മാസം കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് വീട് നിർവഹിച്ച് കൊടുത്തു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് അദ്ദേഹത്തോടുള്ള കൃതജ്ഞത വല്ലാത്ത കൃതജ്ഞതയുള്ളത് നാട്ടിലെല്ലാവർക്കും. മാത്രമല്ല ഇതിൻ്റെ ലേബേഴ്സ്, ജോലിക്കാർ, നമ്മളൊന്നും ഇതിൽ ഞാനൊന്നും ഇതിൽ ഇടപെട്ടിട്ടേ ഇല്ല, ഈ വന്നിട്ടേ ഇല്ല. പക്ഷേ ഭംഗിയായി നിർവഹിച്ചു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. അപ്പോൾ അവരത് എല്ലാ അർത്ഥത്തിലും വളരെ സമർത്ഥമായിട്ട്, വളരെ കൃത്യമായിട്ട്, സമയബന്ധിതമായിട്ട് ഈ ഒരു വീട് നിർമ്മാണം എന്ന ഈ പരിപാടി പൂർത്തിയാക്കുകയും അങ്ങനെ ആ വീട് ഏകദേശം ഈ ഓണത്തിനാണ് അവരിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പണിക്കാരും അതുപോലെ അവരുടെ എൻജിനീയേഴ്സും ഈ മാനേജ്മെൻറ്റും എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് അത് സൂപ്പർവിഷൻ നടത്തി വളരെ കൃത്യമായിട്ട് അത് പൂർത്തിയാക്കി തരികയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ഈ ബിൽഡിംഗ് ഡിസൈനേഴ്സിനോടും അവരുടെ ജോലിക്കാരോടും അവരുടെ മാനേജ്മെൻറ്റിനോടും എല്ലാവിധ കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. 6 ലക്ഷം രൂപയ്ക്ക് ബിൽഡിംഗ് ഡിസൈനേഴ്സ് കോഴിക്കോട് പന്തീരങ്കാവ് നിർമ്മിച്ച വീടും സോഷ്യൽ മീഡിയ കൈ നീട്ടി സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ 10 ലക്ഷം രൂപയുടെ ഈ വീടും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. ബഡ്ജറ്റ് ഹൗസിന്റെ ഇന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വീടുകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ഒരു വീടുമായി കാണുന്നതുവരെ ദിസ് ഇസ് അപർണ ഷിബി സൈനിങ് ഓഫ്.